ചട്ടി ഒന്ന് ചൂടാവാൻ വയ്ക്കുക. അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഏകദേശം ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 2 മീഡിയം സൈസുള്ള സവോള അരിഞ്ഞിടുക. ഒന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊടുത്തു കഴിയുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി അതിൻ്റെ പേസ്റ്റ് ഫോം, ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടീസ്പൂൺ പേസ്റ്റ് അതിലേക്ക് ഇടുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ചൂടാകുമ്പോൾ ഇളക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കുക. അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് മല്ലിയില ഇടുക. മല്ലിയില ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു ബ്രൗൺ കളറാകുമ്പോഴേക്കും 4 മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഇടുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അത് കുത്തിപ്പിരിക്കണം കേട്ടോ. ശരിക്കും അങ്ങനെ ഇളക്കി കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഏകദേശം അത് അടി പിടിക്കാൻ നോക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിലേക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് മുളക് പൊടി ഇടുക. 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഉപ്പിടുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതങ്ങനെ വിട്ട് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ഏകദേശം വിട്ട് നിൽക്കുന്ന പാവം ഇതാ അടിപൊളി നമ്മുടെ കേരള മുട്ട കുത്തിപ്പൊരിച്ചത്. എൻജോയ്.